ഹർഷ, SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, അത് എനിക്കൊന്ന് ഡെസിഗ്നേഷൻ പറയണ്ട, PM ആർഷോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു പരാമർശം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അസഹിഷ്ണുതയുടെ മറ്റൊരു വാക്ക് എന്ന വാക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ചേരുമെന്ന് തോന്നുന്നു. മുസ്ലിം ലീഗിന്റെ ആഹ്ലാദ നൃത്തം കണ്ടിട്ട് അദ്ദേഹത്തിന് ഹാരിളകുകയാണ്. നിങ്ങൾ എന്താണ് അയാൾ പറയുന്നത്? ഇങ്ങനെയാണ്: പാതി അഭ്യാസവുമായി ലീഗ് ഇറങ്ങിയാൽ മുഴുവൻ അഭ്യാസവും പഠിപ്പിക്കും. PM ആർഷോ ഉദ്ദേശിക്കുന്ന ഈ അഭ്യാസം എന്താണ്? PM ആർഷോ ഇത്തരത്തിൽ ഇതിനു മുൻപും പല രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പലരെയും കടന്നാക്രമിച്ചിട്ടുണ്ട്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമന്യേ പല കേസുകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ വിജയം അംഗീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി എപ്പോഴും ഉള്ളതാണ്. പാലക്കാട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറച്ചു നാൾ മുൻപായിരുന്നു ഇത്തരത്തിൽ പ്രശാന്ത് ശിവനുമായ ഒരു കയ്യേറ്റം, അല്ലെങ്കിൽ പ്രശാന്ത് ശിവൻ അദ്ദേഹത്തെ തല്ലാൻ പോകുന്നത് സീനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം ഇതിനു മുൻപും പല തവണയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പല നേതാക്കന്മാർക്കെതിരെ. ഇപ്പൊ ഇവിടെയാണെങ്കിൽ പോലും ഇദ്ദേഹം പറയുന്നത് CPMന്റെ ഓഫീസിന് മുൻപിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ആഹ്ലാദ പ്രകടനം കണ്ടിട്ട് ഇത്രയ്ക്കുള്ള ആഹ്ലാദം ഒന്നും കാണിക്കണ്ട, അല്ലെങ്കിൽ പാതി അഭ്യാസവുമായി ഇറങ്ങിയാൽ ലീഗിന് പൂർണ്ണമായ അല്ലെങ്കിൽ മുഴുവൻ അഭ്യാസവും ഞങ്ങൾ പഠിപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയാ അത്രത്തോളം ഭീഷണിയുടെ സ്വരമാണ് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോ ഹർഷം മാത്രമല്ല, SFIയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദ് ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഗുണ്ടായുസം ഒക്കെ കൈവശമുള്ള ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗവർണറുമായുള്ള വിഷയത്തിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള ഒരു പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു അവകാശത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും പ്രതികരിക്കും, അതിനെ ഗുണ്ടായുസം എന്നാണ് പറയുന്നതെങ്കിൽ അതെ ഞങ്ങൾ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമൊക്കെ നമ്മൾ കണ്ടിരുന്നു. SFI പൂർണ്ണമായും ഇത്തരത്തിൽ ഗുണ്ടായുസം പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുണ്ടകളെ മാത്രം സെക്രട്ടറിമാരും അല്ലെങ്കിൽ ഭാരവാഹികളും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു ഇതായി മാറിയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയായി മാറിയോ എന്നുള്ളത് സംശയമാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അഭ്യാസം മുഴുവനും അറിയുന്ന CPMകാരാണ് മണ്ണാർക്കാടുള്ളത്, അതുകൊണ്ട് പാതി അഭ്യാസവുമായി മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമൊന്നും നടത്തേണ്ട ആവശ്യമില്ല എന്ന്. അതായത് ഈ പറയുന്ന ഇവർക്ക് മുഴുവനായിട്ടുള്ള അഭ്യാസം അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവിടെ ഒരു ആഹ്ലാദ പ്രകടനത്തിന് ലീഗിന് അവസരം കൊടുത്തു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയല്ലേ? അതെ, അദ്ദേഹം പറയുന്ന പരാമർശങ്ങൾ ഞാൻ വായിക്കാം. പാതി മാത്രം അറിയാവുന്ന അഭ്യാസവുമായിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലോ. ആ അഭ്യാസവും മുഴുവനും അറിയാവുന്നവരാണ് മണ്ണാർക്കാട്ടെ CPM എന്ന നല്ല ബോധ്യം ലീഗ് പ്രവർത്തകർ അറിയണം. നിങ്ങൾക്ക് പാതി അറിയാവുന്ന അഭ്യാസവുമായിട്ട് പാതി രാത്രിയിൽ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന അഭ്യാസം നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ മണ്ണാർക്കാട്ട് ലീഗ് ഉണ്ടാകില്ലെന്നും ആർഷോ പറഞ്ഞു. ആർഷോ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം നിങ്ങൾ നിലനിർത്തേണ്ടത് CPMനെയാണ്. കേരളത്തിൽ ആദ്യം CPM തുടച്ചു മാറ്റപ്പെടാതിരിക്കാൻ നിങ്ങളെ പോലുള്ള വ്യക്തികൾ, പ്രവർത്തകർ, നേതാക്കളൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ലീഗിനെ തുടച്ചു മാറ്റുന്നതൊക്കെ അടുത്ത കാര്യമാണ്. എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം CPM ഒക്കെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് കിടന്ന് കടിപിടി കൂട്ടുന്നുണ്ട്. SNDP കൂട്ടുപിടിക്കുന്നതും NSSനെ കൂട്ടുപിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പണ്ടൊരു കാലത്ത് ലീഗിനെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇവരും ഇങ്ങനെ കൈപിടിച്ച് ഞങ്ങൾ ഭക്തരാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെല്ലാവരും പോയേനെ. പക്ഷെ ഇതിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇതിലെല്ലാം ഒരു അസഹിഷ്ണുതയുണ്ട്. ഇപ്പോൾ ലീഗ് അവിടെ വിജയിച്ചത് കൊണ്ടാണല്ലോ ആഹ്ലാദ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യൂ. നിങ്ങൾക്ക് അവിടെ ഉണ്ടായ പരാജയം, ഭരണവിരുദ്ധ വികാരം ഉണ്ടായി, നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പാളിച്ചകൾ ഉണ്ടായി. നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഓപ്പോസിറ്റിൽ നിന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്നവരെ ഈ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞങ്ങളുടെ കലാലയ രാഷ്ട്രീയത്തിന്റെ സമയത്തും ഇതൊക്കെ തന്നെയാണ് കണ്ടത്. ഒരു സീറ്റ് KSU പിടിച്ചാൽ SFIയുടെ ഹാലിളകുന്നത് അന്ന് കാണുമായിരുന്നു. അന്ന് ഭീഷണികൾ ഉണ്ടാകുന്നു, നീ ഇന്ന് വീട്ടിൽ പോകില്ല എന്ന് പറയുന്നു. ഇത്തരം സംഭവങ്ങൾക്ക്, ഈ ഗുണ്ടായുസത്തിനൊക്കെ മാറ്റം സമൂഹം വരുത്തിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ SFI ഇപ്പോഴും അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അല്ല, CPMനെ സംബന്ധിച്ച് ഈ ഒരു ഗുണ്ടായിസം അവർക്ക് കുത്തക ആണ്. കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നത് CPMന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ SFI കണ്ടു വളർന്നത് അല്ലെങ്കിൽ SFI ശീലിച്ചു വരുന്നത് CPMന്റെ ഈ നീക്കങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. PM ആർഷോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പ്രശാന്ത് ശിവനുമായുള്ള വിഷയത്തിലാണെങ്കിലും അദ്ദേഹം പിന്നീട് ഒരു ന്യായീകരണം പറഞ്ഞിരുന്നു. ചാണകത്തിൽ
ചവിട്ടാതിരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നുള്ളതും പക്വമായ തീരുമാനമാണ് എന്നുള്ളത്. അതായത് പ്രശാന്ത് ശിവൻ ഈ ആർഷയെ തല്ലാൻ ചെല്ലുന്ന സമയത്ത് തിരിച്ചു ചെയ്യാതിരുന്നത് ആ ഒരു രീതിയിലാണ്, ചാണകത്തെ തൊടരുത് എന്നുള്ള രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇദ്ദേഹത്തിന് ഒരു സ്ഥിരമായി മാറിയിരിക്കുകയാണ്. താൻ ചെയ്യുന്നതിന് എല്ലാത്തിനെയും പിന്നീട് ഒരു ന്യായീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. യഥാർത്ഥത്തിൽ PM ആർഷയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ചോരത്തിളപ്പ് ഒരുപക്ഷെ CPM-ലേക്ക് കയറി ചെന്നുകൊണ്ട് അല്ലെങ്കിൽ CPM-ന്റെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പദവികൾ മോഹിച്ചുകൊണ്ടുള്ള നീക്കമാണോ? ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പദവികളിൽ ഉയരാൻ സാധിക്കുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് ആണോ, ആഗ്രഹമാണോ എന്നറിയില്ല ഈ ഒരു നീക്കങ്ങളുടെ പിന്നിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ മര്യാദ എന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ വർഗീയത പറയുന്ന ഒരു പാർട്ടിയെ എതിർക്കുക എന്ന് പറയുന്നത് CPM-ന്റെയോ UDF-ന്റെ ആരുടെയോ തന്നെ നയമായിക്കോട്ടെ. പക്ഷേ അതിനെല്ലാം ഒരു രാഷ്ട്രീയ മര്യാദ പാലിക്കണം എന്നൊരു വശമുണ്ട്. അതെ, ഇപ്പോൾ ചാണകം ചവിട്ടരുത് എന്ന് ട്രോളുകൾ പറയുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ, ഇപ്പൊ പ്രശാന്ത് ശിവൻ BJP-യുടെ ഒരു വക്താവാണ്, BJP-ക്ക് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ ഇത്രയൊക്കെ തരം താഴ്ന്ന രീതിയിൽ ഒരു CPM പ്രവർത്തകൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇപ്പോൾ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ കൈകാലിട്ടടിക്കുന്നതായിരിക്കാം ഇതെല്ലാം. കുറച്ചേറെ ശ്രദ്ധ എനിക്ക് തോന്നുന്നു ഇപ്പൊ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് പല നേതാക്കളുടെയും ഒരു സ്വഭാവമാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. എന്ത് തന്നെയായാലും ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു അടിച്ചമർത്തൽ പ്രയോഗങ്ങളാണ് ഇപ്പോൾ ലീഗിനെതിരെ നടത്തുന്നത്. നിങ്ങൾ പറയുന്ന ഇപ്പോൾ അരികവൽക്കരിക്കപ്പെടുന്നവർക്കൊപ്പമാണെന്ന് പറയുന്നു, ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ അഭ്യാസ പ്രകടനം നടത്തിക്കോളൂ, ബാക്കി ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്ന ഭീഷണി, അത്തരം ഭീഷണികളൊന്നും കേരളത്തിൽ വിലപ്പോകില്ല. ഇത്തരം വാക്കുകൾ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളുമാണ് വോട്ടിൽ പ്രതിഫലിക്കുന്നത്, പൊതുജനത്തിന്റെ മനസ്സിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളത് ഓരോ പ്രവർത്തകരും ഓർത്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ തുടച്ചു മാറ്റപ്പെടാതെ നിൽക്കാൻ കഴിയണമെങ്കിൽ അത്രയെങ്കിലും ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും. ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് MM മണിയുടെ ഒരു പ്രസ്താവന നമ്മൾ ചർച്ച ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞ ആ ഒരു പൊതുജനങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിക്കാൻ സാധ്യതയുള്ള ആ ഒരു പ്രസ്താവന. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ പിഴവുകൾ പോലും ശ്രദ്ധിക്കപ്പെടുമെന്നുള്ളത് പലരും ആലോചിക്കുന്നില്ല. പ്രത്യേകിച്ച് CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM നേതാക്കൾ. മറ്റു പാർട്ടികളിലും തെറ്റുകളുണ്ട് എങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലും ഇത്തരത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും, പക്ഷെ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് CPM നേതാക്കളും CPM പ്രവർത്തകർ അല്ലെങ്കിൽ SFI നേതാക്കളൊക്കെ തന്നെയാണ്. ഇപ്പൊ ആർഷയാണെങ്കിൽ പോലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന ഇതിപ്പോൾ ഒന്നിലൊതുങ്ങുന്നതോ രണ്ടിലൊതുങ്ങുന്നതോ അല്ല. ഇതിനു മുൻപ് പല തവണ അദ്ദേഹം ഈ ഒരു ഭീഷണിയുടെ സ്വരം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പല നേതാക്കൾക്കെതിരെ ആണെങ്കിലും. കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും ഈ ആർഷോയ്ക്ക് മൂക്കിലൂടെ ബ്ലഡ് വരുന്ന ഫോട്ടോയൊക്കെ വെച്ച് ട്രോളുകൾ ഉണ്ടായിരുന്നു ആ പ്രശാന്ത് ശിവനുമായുള്ള വിഷയത്തിൽ. അതിന് താഴെ പല CPM പ്രവർത്തകർ പോലും കമന്റ് ചെയ്തിരിക്കുന്നത് ആർഷോയ്ക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കമന്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുജനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അക്രമത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ചിലരെങ്കിലും അത് ആഗ്രഹിച്ചു പോകുന്നു, അല്ലെങ്കിൽ ചിലരെങ്കിലും അതിനെ ന്യായീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത് പ്രതിഫലിക്കും. അല്ലെങ്കിൽ ഇനിയെങ്കിലും കുറച്ച് അടക്കിയില്ലെങ്കിൽ നേതാക്കന്മാർ ഒരു ചരട് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ച് നാൾ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഇനി കുറച്ച് നാൾ ഈ ഒരു രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം, തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് എന്നുള്ളത് പ്രവർത്തകരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നേരത്തെ മേഘ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടാതെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് ചുവപ്പ് കാണാൻ സാധിക്കട്ടെ. അത്രയേ ഉള്ളൂ.